നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഷിരൂർ ദൗത്യം ഇന്ന് 11ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഗംഗാവലി പുഴയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചുള്ള പരിശോധനയ്ക്കുള്ള നീക്കം നടക്കുന്നുവെന്ന് കാർവാർ MLA തന്നെ 24നോട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതടക്കം പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. മിഷൻ ഷിരൂർ 11ാം ദിനം. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ഇന്നും രക്ഷാദൌത്യം തുടരും. കനത്ത മഴ തിരിച്ചടിയായതോടെ ഇന്നലെ ദൌത്യസംഘത്തിന് സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെരുമഴയും ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കുമാണ് വെല്ലുവിളിയായത്. ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായേക്കും. അർജുന്റെ ലോറി കണ്ടെത്തുന്നതിന് ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ 24നോട് പറഞ്ഞു. ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് തോണികളും എത്തിച്ചിട്ടുണ്ട്. ചായക്കട നിന്നിരുന്ന സ്ഥലവും തൊട്ടടുത്ത് അവരുടെ വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും പരിശോധിക്കും. ആദ്യം MLAയുടെ പ്രതികരണത്തിലേക്ക് ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ട്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ആക്ച്വൽ പ്ലാൻ, സെർച്ചിങ് പ്ലാൻ, ടാസ്ക്, റെസ്ക്യൂ ടാസ്ക് എന്താണ് ചോദിച്ചറിയാം. സർ, വാട്ട്സ് ടുഡേസ് our plan? Today, almost we are clearing the road till the tea stall was there. What is our doubt is, from the tea stall, if they are sitting for the breakfast, behind the tea stall there was their house. That tea stall person's house was there. And that was the 90-degree down was there. And it is around more than 1 meter down was there. And from there again, river is 1 meter down. What is our thinking is, we have tried here, hillock side, we have tried, we have got some point. But suppose if the person sits for tea and all, even driver our Arjun also, and suddenly if this incident happens means, they can fall down near that house also, and they may struck in the house edge. For that we are trying to clear that mud, if we are getting any chance. Now we got some house material, whatever, rice pouring, this thing, what was screener, all we got now. We are clearing that in our mind, and we are bringing pontoon also. That pontoon is a floating pontoon. And already we have bought two, this thing, what we call as Nardoni. Means it is a small ship, country boat. Okay, with machine. Tomorrow if we pull that pontoon in the water, if it holds there, the person will go inside and we will try to locate our truck. Okay. That is the third plan. Drone is going underwater tomorrow. Yeah. Not underwater. It is underwater. It is inspect. If it is above the water 1 meter, it will catch up to 30 meter. Sir, we are building a platform right in the bank there? Edge of the road. Okay. Edge of the road where the tea stall was there. Okay. Thank you, sir. Thank you. അപ്പോൾ അവിടെ നിന്ന് റോഡിൻ്റെ അവിടെ മുതൽ എന്താണ് ലക്ഷ്മണൻ്റെ കടയുള്ള ആ സ്ഥലം വരെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. അതുവഴി ഈ പറയുന്ന നമ്മുടെ ഈ ബൂം എക്സ്കവേറ്റർ പോകുന്നു. നാളെ ഫണ്ടൂൺ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് സാമഗ്രി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അതിലേക്ക് കയറ്റി നിർത്തുന്നു. അതിനുശേഷം വാഹനം ആഴത്തിൽ കുത്തിത്തെരയാനുള്ള പ്ലാനാണ്. ഇതാണ് ഇന്നത്തെ ആക്ച്വൽ സെർച്ച് പ്ലാൻ. ഈ ദുരന്തഭൂമിയിൽ നിന്നും എസ് ശ്രീകാന്തിനൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.
ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഷിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നുണ്ട്. ഹാഷ്മി, ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണല്ലോ ഷിരൂരിൽ. രക്ഷാദൌത്യത്തിനത് വീണ്ടും വെല്ലുവിളിയാകുമോ? ഈ ഡ്രോൺ പരിശോധന ഇന്നത്തേത് എപ്പോഴത്തേക്ക് ആരംഭിക്കും ഹാഷ്മി? കനത്ത മഴയാണ് ഇന്ന് രാത്രിയും ഈ സമയത്തൊക്കെ. അസാധ്യമായ മഴയാണ്. വലിയ കാറ്റ് അടക്കം രാവിലെ മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. ഷിരൂരിൽ ഇത് എന്തായാലും രക്ഷാദൗത്യത്തെ വല്ലാതെ ബാധിക്കുന്ന, രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം ഇന്നലെ ഏത് രീതിയിൽ കാലാവസ്ഥ പ്രതികൂലമായോ ഏതാണ്ട് അതേ മട്ടിൽ തന്നെയാണ് രാവിലത്തെയും അവസ്ഥ. മാത്രമല്ല ഇന്നലെ രാത്രി മലയോര മേഖലകളിലും വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ അതിഭീകരമായ മഴയായിരുന്നു. സ്വാഭാവികമായും അപ്പോൾ ഈ ഗംഗാവലി പുഴയിലേക്ക് അതിൻ്റെ കുത്തൊഴുക്ക് വല്ലാതെ എത്താനുള്ള ഇടയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപാട് അളവിൽ വെള്ളം എത്താൻ ഇടയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മട്ടിൽ ഈ അടിയൊഴുക്കൊക്കെ കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ ഇന്ന് ഈ നേവിയുടെ ഹാഷ്മിയിലേക്ക് എത്താം. ഹാഷ്മി നല്ല കാറ്റ് വീശുന്നുണ്ട്. ഹാഷ്മി ഒന്ന് ഒരു സ്റ്റേബിളായ ഒരു സ്ഥലത്തേക്ക് മാറിക്കോളൂ. ഹാഷ്മി എത്താം. ഇപ്പോൾ രാവിലെ തന്നെ ഷിരൂരിൽ ശക്തമായ മഴ പെയ്യുന്നു എന്നതാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷിരൂരിൽ നിന്ന് ഇന്നും നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ട് എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഉത്തര കന്നഡ ജില്ലയിൽ. ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഷിരൂരിൽ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. അത് രക്ഷാദൗത്യത്തെ ദുഷ്കരമാക്കിയേക്കും ഒരുപക്ഷെ എന്നാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ ഡ്രോൺ പരിശോധന ഇന്ന് നടക്കേണ്ടതുണ്ട്. മഴ ഇങ്ങനെ തകർത്ത് പെയ്യുകയാണെങ്കിൽ അത് ഡ്രോൺ പരിശോധനയ്ക്കും വെല്ലുവിളിയാകും. കാർവാർ MLA തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇന്നത്തെ പ്ലാൻ സംബന്ധിച്ച്. ഹാഷ്മി, ഇപ്പോൾ കനത്ത മഴ ഹാഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സംബന്ധിച്ച് അത് കാണാം ഇവിടെ ദൃശ്യങ്ങളിൽ എത്രത്തോളം ശക്തമാണ് മഴ, കാറ്റ് എന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ ദൗത്യവും അതിന് വലിയ വെല്ലുവിളി എന്ന് തന്നെ കരുതേണ്ടി വരുമല്ലേ ഹാഷ്മി? മുൻപേഷ് ഉറപ്പായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഈ ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ ദൗത്യം ഇപ്പോൾ തട്ടി നിൽക്കുന്നത് നമ്മുടെ നേവി ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതിൽ പ്രധാനമായും അത് തട്ടി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തേർഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ലൊക്കേഷൻ കിട്ടുന്നുണ്ട്. ആ ലൊക്കേഷനിൽ നമ്മുടെ അർജുനുള്ള ട്രക്കിൻ്റെ ക്യാബിനുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് ഡ്രോൺ പരിശോധനയിൽ. പക്ഷേ ആ ഭാഗത്തേക്ക് ഇറങ്ങി പരിശോധിച്ചാൽ മതിയാവുകയുള്ളൂ. ഇനി അത് ക്യാബിനാണ് എന്ന് ഈ ഡ്രോൺ പരിശോധന സ്ഥിരീകരിക്കുകയാണെങ്കിലും അതിനുള്ളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഇറങ്ങാൻ നേവി ഡൈവർ സംഘത്തെ അനുവദിക്കാത്തത് ഈ പറയുന്ന അതിഭീകരമായ കുത്തൊഴുക്കാണ്. ഇന്നലെ തന്നെ പറഞ്ഞ 6 മുതൽ 8 വരെ നോട്ട് വേഗതയിൽ കുത്തൊഴുക്ക്. അതാണ് ഈ കുത്തൊഴുക്കിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ മഴയാണെങ്കിൽ ഇന്നലെ രാത്രി പെയ്ത പെരുമഴയോടൊക്കെ ബാക്കിയാണെങ്കിൽ ആ വെള്ളമൊക്കെ ഒഴുകിയെത്തിയെങ്കിൽ ആ നോട്ടിക്കൽ മേൽ കുത്തനെ ഉയരാനേ സാധ്യതയുള്ളൂ ഉന്മേഷ്. അങ്ങനെയെങ്കിൽ ഇന്നും നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങൽ ഏതാണ്ട് ലിറ്ററലി അസാധ്യമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ബി പ്ലാൻ സി പ്ലാൻ എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇപ്പോൾ ദൗത്യ സംഘം. നമ്മൾ കാർവാർ MLA ഇന്നലെ രാത്രി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഫണ്ടൂൺ എന്ന് പറയുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണത്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കൊണ്ടുവന്ന് കരയിൽ നിന്ന് ഈ പറയുന്ന ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 ഈ 3 സ്ഥലങ്ങളിലേക്ക് എത്തത്തക്ക രീതിയിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇട്ടുകൊണ്ട് അവിടുന്ന് നേവി ഡൈവർ സംഘം ഇറങ്ങലാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ പ്രശ്നം നേവി ഡൈവർ സംഘത്തിന് അതിനകത്തേക്ക് ഇറങ്ങിയേ മതിയാവുകയുള്ളൂ. അതിനിടയിൽ ഈ പറയുന്ന വലിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിൽ നമ്മുടെ ഈ സാനി എക്സ്കവേറ്റർ അല്ല, അതിനപ്പുറമുള്ള ചെറിയ JCB എന്താണ് ഈ തോണികളിൽ ഘടിപ്പിച്ച് അങ്ങോട്ടേ കൊണ്ടുപോയി അവിടെ പരിശോധിക്കുക എന്നൊരു പ്ലാനും അവർ ആലോചിക്കുന്നുണ്ട് ഉന്മേഷ്. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്ന സംശയം അവർക്ക് തന്നെയുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പരിശോധന നടക്കുകയാണ്. അതിനിടയിലാണ് കാർവാർ SPയും കാർവാർ MLA അടക്കമുള്ളവർ ഇപ്പോൾ ഗൗരവമായി സംശയിക്കുന്ന മറ്റൊരു സാഹചര്യം, ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് അർജുൻ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം അവർ ഇപ്പോൾ ഗൗരവമായി പരിശോധിക്കുകയാണ്. ഇന്നലെ കാർവാർ SPയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ ലക്ഷ്മൺ എന്ന് പറയുന്ന ആളുടെ ചായക്കടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ അങ്ങേക്കരയ്ക്കലുള്ളത് ഒരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടം കടുത്ത വേനൽ നമ്മൾ ഇന്നലെ അവിടെ പോയി നമ്മൾ പ്രേക്ഷകരെ കാണിച്ചാണ് കാര്യങ്ങൾ. കടുത്ത വേനലിലും വെള്ളം വറ്റാത്തൊരു വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് മുഖം കഴുകി ഫ്രഷായി അല്ലെങ്കിൽ അവിടെ നിന്ന് കുളിച്ച് ഇങ്ങോട്ടേക്ക് ആളുകൾ വരുന്നുണ്ട്. ഈ ദിവസം ഇതുപോലെ ഒരാൾ ലോറിയിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് പോയി മുഖം കഴിയുന്നതിന് ശേഷം ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് കയറിപ്പോയി എന്നൊരു ദൃക്സാക്ഷിമൊഴി പോലീസിനുണ്ട്. അത് അർജുനാണോ എന്നിങ്ങനെ ഒരു സംശയം കാർവാർ SP അർജുനാണെന്ന് സ്ഥിരീകരിച്ച് പറയുന്നില്ല. പക്ഷേ അർജുനാണോ എന്നൊരു സംശയം കാർവാർ SP
നമ്മളോട് പ്രകടിപ്പിച്ചിരുന്നു. അത് അവർ ഗൗരവമായി അന്വേഷിക്കുകയാണ്. അത് ഈ ഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നൊരു സംശയമാണ്. അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഒരു പക്ഷേ ഇനി മനുഷ്യ സാന്നിധ്യമില്ല എന്ന ഈ ക്യാബിനുള്ളിലോ അല്ലെങ്കിൽ പുഴയിലോ മനുഷ്യ സാന്നിധ്യമില്ല എന്ന് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമായാണോ അത് നമ്മളോട് പറയാതെ പറയുന്നതാണോ ഈ സംശയം നമ്മളോട് പ്രകടിപ്പിക്കുന്ന കാര്യം ഉന്മേഷം അറിയില്ല. എന്തായാലും കാർവാർ എസ് പി നമ്മൾ നേരെ അവിടെ സംസാരിച്ചിരുന്നു. ഈ ദുരന്ത ഭൂമി നമ്മൾ കാർവാർ എസ് പിയെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ലക്ഷ്മണന്റെ ഭാര്യ ശാന്ത ഒരു കടയിൽ കുറേ ആളുകൾ വന്നിട്ടുണ്ടെന്നും അവർ 8 ദോശ ഓർഡർ ചെയ്തിരിക്കുന്നുവെന്നും ഒരാളോട് ഏറ്റവും ഒടുവിൽ ഒരു ഫോൺ സംഭാഷണത്തിൽ ഒരു അവസാനമായി വിളിച്ച ഒരു ഫോണിൽ ഒരു നർമ്മ സംഭാഷണത്തിലോ മറ്റോ ഫോണിൽ ലക്ഷ്മണന്റെ ശാന്ത പറയുന്നുണ്ട്. അതാണ് ശാന്ത അവസാനമായി ഫോണിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ 4 പേര് ആ സമയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. അപ്പം അതിൽ ഒരാൾ ലക്ഷ്മണന്റെ ചായക്കടയിലെ ജോലിക്കാരനാണ്. ബാക്കി 2 പേരുടെ കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നു. ശരവണനും മറ്റൊരാളും. പിന്നെയുള്ളത് അർജുനാണ്. 4ാമതുള്ള ആൾ അർജുനാണോ എന്ന കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുകയാണ്. കാര്യം അതിൽ ചായക്കടയിലെ ജോലിക്കാരൻ ഒഴിച്ചു നിർത്തിയാൽ ആ സമയം അവിടെ 3 പേരുണ്ട് എന്ന് സ്ഥിരീകരിച്ചാൽ പോലും ബാക്കി 2 പേർക്കായി 8 ദോശ പറയുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ, അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ആലോചനകൾ നടത്തുകയാണ്. ഈ അർജുൻ ആ സമയത്ത് 8:30-9 മണി സമയത്ത് ഈ ലോറിയിൽ നിന്ന് ഇറങ്ങി ചായക്കടയിൽ പോയിട്ടുണ്ടോ എന്നൊരു ഗൗരവമായ പരിശോധന ഈ ഘട്ടത്തിൽ വളരെ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. അത് ഈ പുഴയിൽ അല്ലെങ്കിൽ ഈ ലോറിയിൽ ഈ ക്യാബിനിൽ അർജുൻ്റെ സാന്നിധ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള പുതിയ മൂവാണോ എന്നറിയില്ല. എന്തായാലും ആ അന്വേഷണം ഇപ്പോൾ കൂടുതൽ സജീവമാക്കുകയാണ്. അങ്ങനെ ഇല്ല എന്ന് പറയാനുള്ള പ്രത്യേകിച്ച കാരണങ്ങളൊന്നും നമുക്കിപ്പോൾ ഇല്ലതാനും. ഉന്മേഷ്, ആ രീതിയിൽ ആലോചിച്ചാൽ ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്ത ഷിരൂരിൽ കനത്ത മഴ എന്നുള്ളതാണ്. അത് രക്ഷാദൗത്യത്തെ ഒരുപക്ഷെ ഇന്ന് തുടക്കത്തിൽ തന്നെ ദുഷ്കരമാക്കിയേക്കും. ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ ഹാഷ്മി ഇന്നത്തെ മഴ വിവരം അറിയിക്കുകയായിരുന്നു. കനത്ത മഴയിൽ നിന്നുകൊണ്ടാണ് ഹാഷ്മി കാര്യങ്ങൾ അറിയിച്ചത്. രക്ഷാദൗത്യത്തിന് ഇന്ന് അത് വെല്ലുവിളി ആയേക്കുമല്ലോ ഷഫീദ്. ഈ തെരച്ചിൽ സംഘം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഷഫീദ്? ഉമേഷ്, അതിരാവിലെ തന്നെ പ്രതികൂല കാലാവസ്ഥയാണ്. കനത്ത മഴ ശിരൂരിൽ പെയ്യുന്നുണ്ട്. ഇത് ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷം ഇതേ രീതിയിൽ മഴ പെയ്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് തെരച്ചിൽ നടപടികൾ നിർത്തിയത്. ഏതായാലും ഒരൊറ്റ കാര്യം മാത്രമാണ്, ഇത് എന്ത് തരത്തിലേക്കുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിലും സ്ക്യൂബ ഡൈവേഴ്സ് ഈ പുഴയിലേക്ക് ഇറങ്ങണം. എന്നാൽ അവർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ല. അത് ഇന്നുമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാവിലെ കനത്ത മഴ, ഇന്നലെ രാത്രിയൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. പരിസര പ്രദേശങ്ങളിലും കാര്യമായ മഴ പെയ്തു. ഈ വനമേഖലയിലും മഴ പെയ്തു. അപ്പോൾ സ്വാഭാവികമായും പുഴയുടെ അടിയൊഴുക്ക് വർദ്ധിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാധാരണഗതിയേക്കാൾ 3 ഇരട്ടിയാണ് പുഴയുടെ അടിയൊഴുക്കെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അങ്ങനെ ഒരു നീക്കം ഒരു റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ സ്ക്യൂബ ഡൈവേഴ്സിന് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണം. പക്ഷേ ആ സാഹചര്യം നിലവിൽ ശിരൂരിൽ ഇല്ല. അതേസമയം തന്നെ ഇത് നടക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡ്രോൺ പരിശോധനയാണ്. കഴിഞ്ഞ ദിവസം ഇന്ദ്രപാൽ ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട്. ഹാഷ്മി, നമ്മൾ പറഞ്ഞു വന്നത് ഇന്നത്തെ രക്ഷാദൗത്യം സംബന്ധിച്ചായിരുന്നു. രാവിലെ തന്നെ മഴയുണ്ട്. 3 ദിവസം കൂടി അവിടെ ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ നദിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചിരുന്ന പരിശോധന വീണ്ടും കരയിലേക്ക് കൂടി മാറുന്നു. അതിൻ്റെ സൂചനകൾ, അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെയാണ് MLA യും SP യും ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. ഹാഷ്മി, ഉന്മേഷ്, അതായത് അർജുനുമായി ബന്ധപ്പെട്ട സൂചനകൾ ഏതാണ്ട് തീരുമാനമാകുന്നു, ഏതാണ്ട് ഫൈനലൈസ് ആകുന്നു. അത് ലോറി കണ്ടെത്തുന്നു, ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെ എത്തുന്നു. ആ നിഗമനത്തിൽ എത്താൻ പല കാരണങ്ങൾ നമുക്കുണ്ടായിരുന്നു. എന്നെടുത്ത് നിന്നും വീണ്ടും അനിശ്ചിതത്വങ്ങളുടെ ഗ്രൗണ്ട് 01 വീണ്ടും നമ്മൾ എത്തുകയാണോ എന്നൊരു സംശയം ഇന്നലെ കാർവാർ SP യും കാർവാർ MLA യുമായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ഉന്മേഷ്. കാര്യം എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ ക്യാബിൽ അർജുനുണ്ട് എന്ന പല സാഹചര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പിച്ച നമ്മൾ എന്തായാലും ആ ക്യാബിനുള്ള അർജുൻ ഉണ്ടെന്നും ആ ക്യാബിൻ ഉയർത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അർജുൻ ലോറിയിൽ നിന്നിറങ്ങി ലക്ഷ്മണന്റെ ചായക്കടയിൽ ചായ കുടിച്ചോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോയിരുന്നോ എന്ന സംശയത്തിലേക്ക് ഈ സമയത്ത് കൂടുതൽ ആ സംശയം ബലപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് ആ സംശയമുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇതിപ്പോൾ ലോറിയിൽ നിന്ന് അർജുൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുറപ്പിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്കൊടുവിൽ അതിൻ്റെ
ഏതാണ്ട് അവസാനം ഇപ്പോൾ ഈ നേവി ഡൈവർമാർക്ക് അങ്ങോട്ടേക്ക് ചാടാൻ പറ്റാത്തതാണ് ഏറ്റവും പ്രതികൂലമായ സാഹചര്യം. ആ പ്രതികൂലമായ സാഹചര്യത്തിനപ്പുറം അർജുൻ എവിടെ എന്ന ഏറ്റവും കാതലായ ചോദ്യത്തിലേക്ക് വീണ്ടും നമ്മൾ അനിശ്ചിതത്വങ്ങളുടെ ഒരു ഗംഗാവലി പുഴയിലേക്ക് എടുത്തെറിയപ്പെടുകയാണോ എന്നൊരു സംശയം എനിക്ക് ഈ സമയം ഇന്നലെ കാർവാർ എസ്പിയോടും കാർവാർ MLA യോടും കളക്ടറോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുന്ന സംശയം അങ്ങനെയാണ്. എന്തായാലും ഈ പുഴയിലെ പരിശോധന തന്നെയാണ് ഇപ്പോഴും അത് നിർണായകമായി നിൽക്കുന്നത്. ഉന്മേഷ്, പുഴയിലെ പരിശോധന അത് പുരോഗമിക്കണമെങ്കിൽ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് 2 മുതൽ 3 നോട്ടിക്കൽ മൈലിലേക്ക് താഴ്ന്നേ മതിയാവുകയുള്ളൂ. അതല്ലാതെ ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ നമ്മളോട് സംസാരിച്ചത് അതല്ലാതെയുള്ള ഏത് നീക്കവും സൂയിസൈഡിലാണ്, ആത്മഹത്യാപരമാണ് എന്ന് പറയുകയാണ്. അതിൽ കൂടുതലുള്ള കുത്തൊഴുക്കുള്ള പുഴയിലേക്ക് ചാടുന്ന നാവികസേന അംഗത്തിന്റെ ജീവൻ തന്നെ പ്രശ്നത്തിലാകുന്ന രീതിയിലേക്ക് ആ കുത്തൊഴുക്കുണ്ട്. ഇന്നലെ 6 മുതൽ 8 നോട്ടിക്കലായിരുന്നു. ഇന്നലത്തെ അപേക്ഷിച്ച് ഈ രാത്രി ഗംഗാവലി പുഴയിലേക്ക് വെള്ളം ഒഴുകി വരുന്ന വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ അതിഭീകരം എന്ന് പറഞ്ഞാൽ രാത്രി വെളുക്കെ കനത്ത മഴയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപാട് വെള്ളം ഉയരുകയും ഈ പറയുന്ന കുത്തൊഴുക്ക് 6-8 നിന്ന് വീണ്ടും അത് വല്ലാതെ കുതിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നേവി ഡൈവർ സംഘം അങ്ങോട്ട് ഇറങ്ങാൻ ആലോചിക്കലേ വേണ്ട. അതിനിടയിലാണ് ഫണ്ടൂൺ കൊണ്ടുവരുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെയുള്ള സംവിധാനങ്ങൾ, യന്ത്രവൽകൃത തോണികളൊക്കെ കൊണ്ടുവന്ന് വാഹനമുണ്ടെന്ന് കരുതുന്ന ആ സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഉള്ള പരിശോധന ആലോചനകൾ നടക്കുന്നത്. ഫണ്ടൂൺ എന്ന് പറയുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് നമ്മുടെ ഈ സാനി എക്സ്കവേറ്റർ പോലെയുള്ള വലിയ സംവിധാനങ്ങൾ കയറ്റാൻ കഴിയുമോ എന്ന് നോക്കുന്നത്. നമ്മളിപ്പോൾ നാട്ടിൽ നമ്മുടെ ചില തോടുകൾ വൃത്തിയാക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഉന്മേഷ്. ഈ വലിയ തോണികളിലൊക്കെ ചെറിയ JCB വെച്ച് കെട്ടി ആ തോടുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ തോടുകൾ വൃത്തിയാക്കുന്ന ഒരു സംവിധാനം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ മട്ടിൽ ഈ ഭീമാകാര യന്ത്രം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളത് സാങ്കേതികത പരിശോധിക്കണം. പക്ഷേ ആ ഒരു ആലോചനയും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി വൈകിയും നമ്മൾ ആ ദുരന്തഭൂമിയിൽ പോയിരുന്നു. ഇന്നലെ രാത്രി വൈകിയും ആ മേഖലയിൽ ഉടനീളം ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ പുഴയോരത്തോട് ചേർന്ന ഒരു സ്ട്രെച്ചിൽ ഇതുകൊണ്ട് ഈ സാനി എക്സ്കവേറ്റർ കൊണ്ട് മാന്തിയുള്ള പരിശോധന, അവിടുന്ന് വലിയ അളവിൽ മണ്ണുകൾ മാറ്റിയിട്ട് പരിശോധന. നമ്മൾ അവിടെ പോകുമ്പോൾ നേരിട്ട് കണ്ടിരുന്നു. ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ ഉണ്ടായിരുന്ന 2 ബക്കറ്റുകൾ അവിടുന്ന് ചോറ് വാർക്കുന്ന അല്ലെങ്കിൽ ചോറിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയുന്ന ഒരു വലിയ പാത്രം, കസേരകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ അവിടുന്ന് നേരിട്ട് കണ്ടതാണ്. ലക്ഷ്മണന്റെ ചായക്കട മുതൽ ഈ വണ്ടിയുണ്ട് എന്ന് ഇപ്പോൾ സ്പോട്ട് ചെയ്യപ്പെടുന്ന ആ സ്ഥലം വരെ അതിന്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിൽ കൂടി ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കലാണ് ഇപ്പോൾ ഇന്ന് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത്. ആ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിലൂടെ ഈ ഫണ്ടൂൺ ഉപകരണം അവിടെ വരെ എത്തിക്കാൻ കഴിയുമോ? ഹാഷ്മി, അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ ആരായുകയാണ്. ഹാഷ്മിയിലേക്ക് എത്താം, അല്പസമയത്തിന് ശേഷം എത്താം. ഹാഷ്മി, ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇടവേള. പ്രഭാത വാർത്തയിലേക്ക് തിരികെ നമ്മൾ ശിരൂർ ദൗത്യ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി എത്തിക്കേണ്ടതുണ്ട്. ഭാരതം അഭിമാനം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിലിൽ നുഴഞ്ഞുകയറിയ പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഇന്ത്യൻ സേന ചരിത്ര വിജയം നേടിയിട്ട് 25 വർഷം. മെയ് 3 മലനിരകളാൽ ചുറ്റപ്പെട്ട തന്ത്രപ്രധാനമായ കാർഗിൽ പ്രദേശത്ത് ഭീകരരുടെ സഹായത്തോടെ പാക് സൈന്യം നുഴഞ്ഞുകയറി.
കാർഗിലിലെ ആട്ടിടയന്മാരാണ് സൈന്യത്തെ വിവരമറിയിച്ചത്. മെയ് 5 വിവരമന്വേഷിക്കാൻ പോയ 5 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു. മെയ് 10 കാർഗിലിലും ദ്രാസിലും നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെന്ന സ്ഥിരീകരണമെത്തി. മെയ് 26 ഇന്ത്യ ശക്തമായ വ്യോമാക്രമണം നടത്തി. മെയ് 27 ഇന്ത്യയുടെ MiG-21 പാകിസ്ഥാൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തി. MiG-27 പാക് സൈന്യം പിടിച്ചെടുത്തു. ജൂൺ 9 ഇന്ത്യൻ സൈന്യം പോസ്റ്റുകളും ജൂൺ 13 ടോളോ ലിങ്കും തിരിച്ചുപിടിച്ചു. ജൂലൈ 3 പുലർച്ചെ 5:15 ഹിൽ പിടിക്കാനുള്ള പോരാട്ടത്തിന്റെ അവസാന ഘട്ടം ആരംഭിച്ചത്. സേനയുടെ ഷെല്ലാക്രമണത്തിന്റെ മറവിൽ കാലാൾപ്പട മലമുകളിലേക്ക് നീങ്ങി. 12 മണിക്കൂർ നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ ജൂലൈ 4 പുലർച്ചെ 4 മണിയോടെ ഇന്ത്യൻ സൈന്യം ടൈഗർ ഹിൽ തിരിച്ചുപിടിച്ചു. ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ വിജയ് 2.5 മാസം നീണ്ടുനിന്നു. പാക് സൈന്യത്തെ തുരത്തി പ്രദേശങ്ങളെല്ലാം തിരിച്ചുപിടിച്ച് രാജ്യം വിജയം കൈവരിച്ചതായി ജൂലൈ 26 ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഓപ്പറേഷൻ വിജയ് വിജയിച്ചു. രാജ്യത്തിന് അഭിമാന നിമിഷം. റിസർച്ച് ഡെസ്ക് 24. 25ാം കാർഗിൽ വിജയദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. രാവിലെ 9:20 കാർഗിൽ യുദ്ധസ്മാരകത്തിലെത്തുന്ന പ്രധാനമന്ത്രി വീരമൃത്യു വരിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളുമായി പ്രധാനമന്ത്രി സംസാരിക്കും. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. ആർക്കെ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്നയിച്ച് സൂചിപ്പിച്ചതുപോലെ ഇന്ന് 25ാം കാർഗിൽ വിജയ ദിവസത്തിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നേരിട്ട് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കുകയാണ്. അദ്ദേഹം 9:20 കാർഗിലിൽ എത്തും. വീരമൃത്യു വരിച്ച നമ്മുടെ ധീര സൈനികർക്ക് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളിൽ ചിലർ അവിടെ എത്തിയിട്ടുണ്ട്. കാർഗിലിലെ വിജയ ദിവസ ആഘോഷ പരിപാടികളുടെ ഭാഗമായി പങ്കെടുക്കാനാണ് അവർ എത്തിയിരിക്കുന്നത്. അവരെ പ്രധാനമന്ത്രി കാണും. അവരുമായി പ്രധാനമന്ത്രി സംസാരിക്കും. അതിനുശേഷം അദ്ദേഹം ഷിംഗല്ല തുരങ്ക പദ്ധതിയുടെ ആദ്യ സ്ഫോടനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നുണ്ട്. ഈ കാർഗിൽ വിജയ ദിവസ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ആദ്യ സ്ഫോടനം നടത്തുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പദ്ധതി രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ മേഖലകളിലെ സൈന്യത്തിന്റെ നീക്കത്തിന് വലിയ രീതിയിലുള്ള ഗുണകരമാകുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിജയ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന രീതിയിൽ ഈ ഷിംഗല്ല പദ്ധതിയുടെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി നടത്തുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ഒളിമ്പിക്സ് വിശേഷങ്ങൾ. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് തിരിതെളിയും. ഇന്ത്യൻ സമയം രാത്രി 11:30 ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാവുക. പാരീസ് ഒളിമ്പിക്സ് സവിശേഷതകൾ ഒറ്റ നോട്ടത്തിലറിയാം. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. സിറ്റി ഓഫ് ലൈറ്റ്, ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിന്റെ വെളിപ്പേര. ഇനിയുള്ള 17 ദിവസക്കാലം പാരീസിന്റെ പ്രഭാവലയത്തിലായിരിക്കും കായിക ലോകം. പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഇത് 3-ാം തവണ. 1900, 1924, ഇപ്പോൾ 2024. ലണ്ടന് ശേഷം 3 തവണ ഒളിമ്പിക്സിന് വേദിയാകുന്ന 2ാം നഗരമാണ് പാരീസ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവായ ബാരൻ പിയറി ഡി കുബർട്ടിന്റെ ജന്മനാട്ടിൽ ഗെയിംസ് തിരിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 206 രാജ്യങ്ങളിൽ നിന്നായുള്ള 10,500 കായിക താരങ്ങളാണ് മഹാമേളയിൽ മാറ്റുരയ്ക്കുക. 1900 ഒളിമ്പിക്സിലെ വനിതാ പ്രാതിനിധ്യത്തിന് തുടക്കം കുറിച്ച പാരീസ് ഇത്തവണ ലിംഗസമത്വ ഒളിമ്പിക്സ് എന്ന പേരിലാണ് ചരിത്രം എഴുതുന്നത്. 50:50 എന്നതാണ് ഇത്തവണത്തെ സ്ത്രീ പുരുഷ അനുപാതം. സാങ്കേതിക ഉദ്യോഗസ്ഥരിലെ വനിതകളുടെ എണ്ണം 40% ഉയർത്തിയിട്ടുണ്ട് ഇത്തവണ. പാരീസ് നഗരത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള 16 വേദികളിലായാണ് മത്സരങ്ങൾ. സ്റ്റാഡെ ഡി ഫ്രാൻസ് ആണ് പ്രധാന വേദി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് വേദിയാവുന്ന റോളൻ ഗാരോസ് മുതൽ സെൻ നദിയിൽ വരെ മത്സരങ്ങൾ നടക്കും. 32 ഇനങ്ങളിലായി 329 മത്സരങ്ങൾ ഇത്തവണത്തെ ഒളിമ്പിക്സിൽ. ബ്രേക്ക് ഡാൻസ് ആണ് അരങ്ങേറ്റം കുറിക്കുന്ന മത്സര ഇനം. എന്നും പുതുമകളെ സ്വീകരിച്ച നഗരമാണ് പാരീസ്. ഒളിമ്പിക്സിലും അതിൽ മാറ്റമില്ല.
ഒളിമ്പിക്സിന്റെ 128 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഉദ്ഘാടന ചടങ്ങുകൾ സ്റ്റേഡിയത്തിന് പുറത്തു നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 3 ലക്ഷം പേരുടെ സാന്നിധ്യവുമായി കാണികളുടെ എണ്ണത്തിലും റെക്കോർഡിടും പാരീസ്. സെൻ നദിയാണ് ഉദ്ഘാടന ചടങ്ങിന്റെ പ്രധാന ആകർഷണം. നദിയിൽ ബോട്ടിൽ കയറിയായിരിക്കും താരങ്ങളുടെ മാർച്ച് പാസ്റ്റ്. ഇത്തവണയും ആരായിരിക്കും ഒളിമ്പിക് ദീപം തെളിയിക്കുക എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. ഇന്ത്യൻ പ്രതീക്ഷകളുമായി 117 താരങ്ങളാണ് പാരീസിൽ മത്സരിക്കുന്നത്. 16 മത്സരങ്ങളിലാണ് ഇന്ത്യൻ പ്രാതിനിധ്യം. 7 മലയാളികളും ഇന്ത്യൻ സംഘത്തിലുണ്ട്. 11ാം നാളിലേക്ക് കടക്കുകയാണ് അർജുനായുള്ള തെരച്ചിൽ. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ ഇന്നും രക്ഷാദൌത്യം തുടരും. കനത്ത മഴ തിരിച്ചടിയായതോടെ ഇന്നലെ ദൌത്യസംഘത്തിന് സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല. പെരുമഴയും ഗംഗാവലി നദിയിലെ കുത്തൊഴുക്കുമാണ് വെല്ലുവിളിയായത്. ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായേക്കും. ഷിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു തത്സമയം. ഹാഷ്മി, ഈ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ ഇന്നത്തെ ഒരു തെരച്ചിൽ ഏത് രീതിയിലായിരിക്കും എന്ന് പറഞ്ഞു. ഈ പോൺടൂൺ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കൊണ്ടുവരുന്നുണ്ടല്ലോ, ഏത് രീതിയിലായിരിക്കും തെരച്ചിൽ? അതേസമയം തന്നെ 3 ദിവസം ഓറഞ്ച് അലേർട്ട് ഉണ്ട്, ശക്തമായ മഴയുമുണ്ടല്ലോ അവിടെ. കൃഷ്ണ, തെരച്ചിൽ ഏത് രീതിയിലാണെങ്കിലും ഈ മഴ മാറി നിൽക്കാതെ പുഴയിലെ കുത്തൊഴുക്ക് മാറാതെ ആ ദൗത്യം ഇനി ഒരടി പോലും മുന്നോട്ട് നീങ്ങാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സ്പോട്ട് 1, സ്പോട്ട് 2, സ്പോട്ട് 3 എന്നിങ്ങനെയുള്ള സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. അവിടെ സ്പോട്ട് 3യിൽ കരയിൽ നിന്ന് 500 മീറ്റർ അകലെ 50 മീറ്റർ താഴെ സ്പോട്ട് 3 എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരുപക്ഷെ നമ്മൾ സംശയിക്കുന്നത് എന്താണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിനുണ്ട് എന്ന് സംശയിക്കുന്നത്. പക്ഷേ ആ ക്യാബിനിലേക്കൊക്കെ എത്തണമെങ്കിൽ ഉറപ്പായും വേണ്ടത് നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെയും അതിശക്തമായ പെരുമഴ പെയ്ത്താണ്. ഇപ്പോൾ മാത്രം ഇന്നലെ രാത്രിയും ഭയങ്കരമായ പെയ്ത്ത് ഇവിടെ ഉണ്ട്. അപ്പൊ ആ പെയ്ത്തിൽ ഉറപ്പായും ഈ ഗംഗാവലി പുഴയിലേക്ക് ഈ നീരൊഴുക്ക് കൂടുന്നു, ഇൻഫ്ലക്സ് കൂടുന്നു. അങ്ങനെയെങ്കിൽ 6 to 8 നോട്ടിക്കൽ എന്നതിനപ്പുറത്തേക്ക് നോട്ടിക്കൽ വല്ലാതെ ഉയരാനിടയുണ്ട്. അങ്ങനെ ഉയരുകയാണെങ്കിൽ ഒരു തരത്തിലും നേവി ഡൈവർ സംഘത്തിന് ഈ സമയത്ത് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കുത്തൊഴുക്ക് കുറയാത്ത ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ബി പ്ലാൻ എന്ന ആലോചനയുണ്ട്. ആ ബി പ്ലാൻ ആലോചനയിലാണ് ഈ ഫണ്ടൂൺ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഫണ്ടൂൺ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണ്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇട്ടുകൊണ്ട് ഷിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമാണ്. കനത്ത മഴ തിരിച്ചടിയായതോടെ ഇന്നലെ ദൗത്യസംഘത്തിന് സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാത്രിയോടെ തെരച്ചിൽ നിർത്തിയിരുന്നു. ഇന്ന് ഇപ്പോൾ തെരച്ചിലിന് വീണ്ടും മഴ വിഘാതമാകുമോ എന്ന സംശയമുണ്ട്. 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കനത്ത മഴ രക്ഷാദൗത്യത്തിനൊരു പ്രശ്നമാകുമോ എന്ന ചോദ്യം ഉയരുന്നു. ഗംഗാവലി നദിയിലെ കുത്തൊഴുക്ക് മറ്റൊരു വെല്ലുവിളിയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുകയാണ്. ഹാഷ്മി, തുടരാം. കൃഷ്ണ പറഞ്ഞു വന്നത് ഗംഗാവലി നദിയിലെ കുത്തൊഴുക്ക് തന്നെയാണ് വലിയ വെല്ലുവിളി. ഇന്നലെ രാത്രിയൊക്കെ അസാധ്യമായി പെയ്ത്തെന്ന് പറഞ്ഞാൽ രാത്രി വെളുക്ക നിൽക്കുന്ന പെയ്യുന്ന പെയ്ത്തായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, മലയോര മേഖലയിൽ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ വലിയ മഴയാണ്. അപ്പോൾ ആ മഴയുടെ വെള്ളം ഒഴുകിയെത്തുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ 6 to 8 നോട്ടിക്കൽ എന്നുള്ളതിൽ നിന്ന് അത് 10 മുകളിലേക്ക് ഉയരാനിടയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാവികസേനാംഗങ്ങൾക്ക് ഡൈവ് ചെയ്യുക എന്നുള്ളത് അചിന്ത്യമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 2 to 3 നോട്ടിക്കൽ തന്നെ അതാണ് ഐഡിയൽ. പക്ഷേ ആ നോട്ടിക്കൽ തന്നെ ചാടൽ വളരെ ദുഷ്കരമാണ്. അപ്പോൾ പിന്നെ 10 മുകളിലേക്ക് ഈ അടിയൊഴുക്ക് ഇങ്ങനെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകുന്നത് സൂയിസൈഡിലാണ്, ആത്മഹത്യാപരമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 to 8 നോട്ടിക്കലിൽ നിന്ന് ഭീകരമാവണ്ണം ആ തോത് ഉയരുമ്പോൾ ഒരു തരത്തിലും നാവികസേനയുടെ ഡൈവർ സംഘങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തൽ സാധ്യമല്ല. മാത്രമല്ല ഈ മഴ ഇങ്ങനെ രാവിലെയൊക്കെ വലിയ പെയ്ത്താണ്, വലിയ കാറ്റാണ്. അങ്ങനെയെങ്കിൽ ആ ഡ്രോൺ പരിശോധനയും രാവിലെ തന്നെ അനിശ്ചിതത്തിലാവുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും ക്രിസ്റ്റീന. അതിന് കാരണം ഇന്നലെ രാത്രി ഈ ഡ്രോൺ പരിശോധന നടത്തും എന്ന് അറിയിച്ചിരുന്നു. അത് നമ്മുടെ അർജുന് വേണ്ടിയുള്ള സ്പെസിഫിക് ആയ തെരച്ചിലായിരുന്നു, മനുഷ്യ സാന്നിധ്യം തേടിയുള്ള തെരച്ചിലായിരുന്നു. അല്ലെങ്കിൽ നദിയുടെ താപനില രാത്രിയാകുമ്പോഴേക്കും ഒന്ന് തണുക്കും. ആ സമയമാകുമ്പോഴേക്കും മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുതൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന തെർമൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയായിരുന്നു ഇന്നലെ രാത്രിയിൽ ആലോചിച്ചിരുന്നത്. പക്ഷേ ആ പരിശോധന നടക്കാതെ പോയത് ഈ പറഞ്ഞ ദുഷ്കരമായ കാലാവസ്ഥയാണ്. പിന്നെ നടക്കാനുള്ളത് ഇന്നലെ കാർവാർ MLA വളരെ വിദഗ്ധമായി ഇന്നത്തെ ഒരു ബി പ്ലാൻ
പറഞ്ഞിരുന്നു നമ്മളോട്. നമ്മൾ രാത്രി ഇന്നലെ അദ്ദേഹത്തെ കണ്ടിരുന്നു ആ ദുരന്ത ഭൂമിയിൽ വെച്ച്. എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മണന്റെ കട മുതൽ ഈ പറയപ്പെടുന്ന വണ്ടിയുണ്ട് എന്ന് പറയുന്ന സ്പോട്ട് വരെയുള്ള നീളത്തിൽ ആ സ്ഥലത്ത് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നു. പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ഈ സാനി എക്സ്കവേറ്റർ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അവിടെ ഫണ്ടൂൺ ഇടുന്നു. ഫണ്ടൂൺ ഇട്ടുകൊണ്ട് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ അങ്ങോട്ടേക്ക് പോയി വണ്ടിയുള്ള ഭാഗത്തിനടുത്ത് വരെ എത്തി നാവികസേന ഡൈവർമാർ അങ്ങോട്ട് ഡൈവ് ചെയ്യുക എന്നതിന് അപ്പോഴും ലക്ഷ്യം. അതല്ലാതെ ഈ സാനി എക്സ്കവേറ്ററിന്റെ കൂടെ ഒരു ചെറിയ JCB ഉണ്ട്. ആ JCB ഇതിന് മുകളിൽ എടുത്തു വെച്ച് JCB അവിടെ പ്രവർത്തിപ്പിക്കൽ സാധ്യമാണോ എന്നറിയില്ല. നമ്മൾ നാട്ടിലൊക്കെ തോട് വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചില സംവിധാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് മാസീവ് ഉപകരണമാണ്. അപ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, അതിന്റെ പ്രായോഗിക വശം നമുക്ക് കൃത്യമായും അറിയില്ല. എന്തായാലും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അവിടെ കൊണ്ടിടാൻ പോകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കൃഷ്ണ കാർവാർ SP അടക്കമുള്ളവർ ഒരു സംശയം ഇന്ന് നമ്മളോട് പറയുന്നത്. ഇന്നലെ രാത്രി ഈ ദുരന്ത ഭൂമിയിൽ പോകുമ്പോൾ പറയുന്നത് ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് അർജുൻ ചായ കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം അവർ ഇപ്പോൾ കുറച്ചുകൂടി ബലത്തിൽ സംശയിക്കുന്നു. ആ രീതിയിൽ കൂടി അന്വേഷണം നടത്തുന്നുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് ലക്ഷ്മണന്റെ ഭാര്യ ശാന്ത ഏറ്റവും അവസാനമായി ചെയ്തൊരു ഫോൺ കോളാണ്. ആ ഫോൺ കോളിൽ കടയിൽ ഭക്ഷണം കഴിക്കാൻ കുറേ ആളുകൾ വന്നിട്ടുണ്ടെന്നും അവർ 8 ദോശ പറഞ്ഞിട്ടുണ്ട് എന്നതുമായിരുന്നു ശാന്തയുടെ അവസാനത്തെ ഫോൺ കോൾ. അപ്പോൾ ആ കടയിലുണ്ടെന്ന് സംശയിച്ചിരുന്ന ബാക്കി 3 പേരുടെ കാര്യത്തിൽ അതിലൊരാൾ കടയിലെ ജോലിക്കാരനാണ്. ബാക്കി 3 പേരിൽ 2 പേരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നുണ്ട്. പിന്നെ ഒരാൾ കൂടി ഉണ്ട് എന്ന് ബലമായി തന്നെ സംശയിക്കുന്നു. അത് നമ്മുടെ അർജുനാണോ എന്നുള്ളതാണ് ഇവരുടെ സംശയം. അതിന് കാരണം ഇതിന് ഈ പറയുന്ന ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് ഓപ്പോസിറ്റ് റോഡിന് മറുകരയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം അത് എപ്പോഴുമുള്ള വെള്ളച്ചാട്ടമാണ്. അത് ഏത് വേനൽക്കാലത്തും വെള്ളം പറ്റാത്ത വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ടാണ് അത് ഈ മേഖല ഡ്രൈവർമാരുടെ ഈ വലിയ ട്രക്ക് ഡ്രൈവർമാരുടെ ഒരു സ്ഥിരം കേന്ദ്രമായി മാറുന്നത്. അതിന് കാരണം അവിടെ ഇറങ്ങാം, അവിടെ ഫ്രഷ് ആവാം, അവിടെ കുളിക്കാം, അവിടെ വണ്ടി ഒതുക്കിയിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒതുക്കിയിട്ട് കുളിച്ചുകൊണ്ട് അല്ലെങ്കിൽ വസ്ത്രമൊക്കെ അത്യാവശ്യം ഇറക്കിക്കൊണ്ട് ഇപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് വന്ന് ലക്ഷ്മണന്റെ ചായക്കടയിൽ ചായ കുടിച്ച് റിലാക്സ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ അട്രാക്ഷൻ. അപ്പോൾ അവിടെ നിന്ന് ഈ സമയം അവിടെ നിന്ന് ലോറിയിൽ നിന്നിറങ്ങിയ ഒരാൾ അവിടെ നിന്ന് മുഖം കഴുകി ഇങ്ങോട്ടേക്ക് വന്ന് ലക്ഷ്മണന്റെ ചായക്കടയിൽ കയറിപ്പോയി എന്നൊരു ദൃക്സാക്ഷി പറഞ്ഞ ഒരു മൊഴി അവരുടെ പക്കലുണ്ട്. അപ്പോൾ അത് അർജുനാണോ എന്ന് ബലമായ സംശയം അവർക്കുണ്ട്. അവർ പറയുന്ന ചില സംശയങ്ങൾ കേട്ടാൽ അത് അങ്ങനെ സംശയിക്കാനുള്ള ബലമായ കാരണങ്ങൾ ഉണ്ട് എന്ന് തോന്നും. അങ്ങനെ എല്ലാവിധ സാധ്യതകളും ഇപ്പോൾ പരിശോധിക്കുകയാണ് ക്രിസ്റ്റീന. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മുടെ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ 8 നാൾ 9 നാൾ സജീവമായി തുടർന്നു. 9-ാം നാൾ വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു ചെറിയ സൂചന കിട്ടുന്നു. 10-ാം നാളാകുമ്പോഴേക്കും ദുഷ്കര കാലാവസ്ഥയിൽ നമുക്ക് ആ സൂചനയിലേക്ക് സ്ഥിരീകരണത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അർജുനുള്ള വണ്ടിയിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. 10-ാം നാൾ 11-ാം നാളും ഏതാണ്ട് അതേ സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ പുതിയ സംശയം ഉണ്ടാകുന്നു. അർജുൻ ഇനി വണ്ടിയിലില്ലേ എന്നുള്ള സംശയം, അർജുൻ വണ്ടിക്ക് പുറത്തായെന്ന സംശയം ബലപ്പെടുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുന്നു കൃഷ്ണ. നമ്മുടെ അർജുൻ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിൽക്കുന്നു. എന്ന് പറയുമ്പോൾ പോലും AK അഷ്റഫ് MLA പോലെയുള്ളവർ പറയുന്നു 100% അർജുൻ വണ്ടിയുടെ ക്യാബിനിൽ തന്നെയാണ് എന്ന് AK അഷ്റഫ് MLA പോലെയുള്ളവർ പറയുന്നുണ്ട്. ജിതിനും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനോട് സംസാരിക്കുമ്പോൾ അവരുടെയും ഒരു പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. പക്ഷെ പോലീസ് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ സംശയം കൂടുതൽ, ഈ മൊഴികൾ അല്ലെങ്കിൽ ഇങ്ങനെ മൊഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരിശോധന നേരത്തെയൊക്കെ നടത്തേണ്ടതാണ്. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആ പരിശോധന കൂടുതൽ ശക്തമാക്കുന്നതെന്ന് അറിയില്ല. ബലമായി ഞാൻ സംശയിക്കുന്നത് ഈ പറയുന്ന ഈ വെള്ളത്തിന്റെ അടിത്തട്ടിൽ ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യമില്ല, ഒരുപക്ഷെ നമ്മളോട് കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് മറ്റോ ഡ്രോൺ പരിശോധനയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അതെന്തായാലും അപ്പം അങ്ങനെ പരിശോധനകൾ തുടരുകയാണ്. എന്തായാലും വീണ്ടും ഈ ദൗത്യം എളുപ്പമാകില്ല. നമ്മൾ 9-ാം നാൾ ഫണ്ട് കണ്ടെത്തിയപ്പോൾ വളരെ പെട്ടെന്ന് പിറ്റേന്നാൾ വാഹനം ഉയർത്തും, ഒരു തീരുമാനമുണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. പക്ഷേ അത് എന്തായാലും ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ സാധ്യമല്ല എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ ഡ്രോൺ പരിശോധന പോലും അസാധ്യമാകുന്ന സാഹചര്യമുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരപാൽ ഇന്നലെ ഒരു അടിയന്തര യോഗത്തിന് ഡൽഹിയിലേക്ക് പോയി. പക്ഷെ അത് ദൗത്യത്തെ ബാധിക്കാത്തവണ്ണം മറ്റൊരു റിട്ടയർഡ് മേജർ ജനറൽ അതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഇന്നിവിടേക്ക് എത്തുന്നുമുണ്ട്. ഇന്ന് രാത്രി ഈ ഡ്രോൺ ഉപയോഗിച്ച് ഈ മനുഷ്യന്റെ താപനില തേടിയുള്ള ഒരു പരിശോധനയിൽ കാര്യങ്ങൾ പോയിരുന്നു. പക്ഷെ അതും രാത്രി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ കൃഷ്ണ രാവിലെ നമ്മൾ ഇവിടെ വന്ന് 6 മണിക്ക് ഇവിടെ വന്നതാണ്. അപ്പോൾ മുതൽ തുടങ്ങിയ പെയ്ത്താണ്. ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നു. ആകാശം ഇങ്ങനെ രാവിലെ തന്നെ കാറും കോളും മൂടിക്കെട്ടി ഇങ്ങനെ നിൽപ്പാണ്. എപ്പോൾ വേണമെങ്കിലും അതിശക്തമായ മഴ പൊട്ടി വീഴാവുന്ന സാഹചര്യത്തിൽ
ഇവിടുത്തെ കാലാവസ്ഥ അങ്ങേയറ്റം ദുഷ്കരമാണ്. അതേപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ ആവട്ടെ, തെരച്ചിലാവട്ടെ അങ്ങേയറ്റം ദുഷ്കരമാണ്. ഇന്നലെ രാത്രി ഉടനീളം ഈ കനത്ത മഴ, അതിഭീകര മഴ പെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ അവിടെ ഈ ദുരന്തഭൂമിയിൽ നമ്മൾ അവിടേക്ക് എത്തിപ്പെട്ടിരുന്നു കൃഷിന. അത് പ്രേക്ഷകരെ കാണിച്ചാണ് ആ ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങളൊക്കെ. ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ പുഴയുടെ തീരത്തോട് ചേർന്ന മേഖലകളിൽ വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ കണ്ടതാണ് അതിൻ്റെ വലിയ യന്ത്ര ബക്കറ്റുകൾ ഓരോ തവണയും മണ്ണിലാഴ്ന്നിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വീഴുന്നത് ലക്ഷ്മണന്റെ കടയിലെ ബക്കറ്റുകളാണ്. ലക്ഷ്മണന്റെ കടയോട് ചേർന്ന് ഒരു വാഴ ഉണ്ടായിരുന്നു. ആ വാഴയുടെ ഭാഗങ്ങൾ, ഒരു നീലട്ടാർപ്പ ഉണ്ടായിരുന്നു. നീലട്ടാർപ്പാറിന്റെ ഭാഗങ്ങൾ, ചോറ്, ഹോട്ടലിൽ ചോറ് വാർത്തു വെക്കുന്ന വലിയ പാത്രമുണ്ട്. നമ്മുടെ നിറയെ ദ്വാരങ്ങളുള്ള വലിയ പാത്രമുണ്ട്. ആ പാത്രം ചെളുങ്ങിയ മട്ടിലുള്ള ആ പാത്രം ഏതാണ്ട് ലക്ഷ്മണന്റെ ചായക്കട ആ ഏരിയയിൽ തന്നെയായിരുന്നു ഇന്നലെ ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള പരിശോധന. അപ്പോൾ ആ സ്ട്രെച്ചിൽ ഉടനീളം കൂടുതൽ പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ ഉറപ്പായും പരിശോധനയുടെ ലക്ഷ്യം ഉറപ്പായും ഏതെങ്കിലും മനുഷ്യൻ ആ മണ്ണിലടിപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് തന്നെയാണ് ദൗർഭാഗ്യവശാൽ ആ പരിശോധനയുടെ ലക്ഷ്യം. ആ പരിശോധനയുടെ അന്തിമ എൻഡ് റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഇന്നലെ രാത്രി നമുക്ക് അധിക സമയം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി മൊത്തം കാർവാർ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം, എസ്പിയുടെ സംഘം അവിടെ നിന്നുകൊണ്ട് ഇന്നലെ രാത്രി മുഴുവൻ ആ പരിശോധന, രാവിലെ വരെ ആ പരിശോധന എന്നുള്ളത് നമ്മൾ അറിയാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി വൈകി നമ്മൾ കാർവാർ MLA വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോണിൽ കിട്ടിയില്ല. അസാധ്യമായ മഴയായിരുന്നു. അസാധ്യമായ മഴയിൽ എന്തായാലും ആ ദൗത്യം അത്ര ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയില്ല എന്നാണ് സംശയിക്കുന്നത്. അല്പസമയത്തിനകം കാർവാർ MLA ഒന്ന് ഫോണിൽ വിളിച്ച് എന്തായി ആ ദൗത്യത്തിന്റെ അപ്ഡേറ്റ് എന്ന് ചോദിക്കാം എന്ന് കരുതുകയാണ് കൃഷിന. എന്തായാലും അതിശക്തമായ മഴ, ദുഷ്കരമായ കാലാവസ്ഥ, ദുഷ്കരമായ റെസ്ക്യൂ ഓപ്പറേഷൻ, ദുഷ്കരമായ തെരച്ചിൽ, കാര്യങ്ങൾ അങ്ങനെ പ്രതിസന്ധിയിൽപ്പെട്ട് തന്നെ നിൽക്കുന്നു കൃഷിന. അങ്ങനെ തന്നെ പറയേണ്ടി വരും. ശരി, ഷിരൂരിൽ നിന്ന് ഹഷ്മി താജ് ഇബ്രാഹിമാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകരും കമന്റ് ബോക്സിലൂടെ പല കാര്യങ്ങളും, അവരുടെ പല സംശയങ്ങളും ആശങ്കകളും അവരുടെ പ്രതീക്ഷകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. ഡോൺ സെബാസ്റ്റ്യനും റിയാസ് അബുദാബിയും ഒക്കെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ അത് ഹാഷ്മിയുടെ ഓഡിയോയിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ PCR നിന്ന് നൽകുന്ന നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ആ ഓഡിയോ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ദൂരെ ഇരിക്കുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ അറിയാതെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നുണ്ട്. അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള വിശദാംശങ്ങളുമായാണ് സമീർ സി മുഹമ്മദ് ചേരുന്നത്. സമീർ, അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ അവർ സംതൃപ്തരാണോ? എന്താണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ പറയുന്നത്? ക്രിസ്റ്റീന, അർജുൻ അപകടത്തിൽപ്പെട്ട് ഇന്ന് 11 ദിവസം പൂർത്തിയാകുന്നു. ആ വേളയിലും ഇപ്പോൾ ശക്തമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥ മോശമാകുന്നതിനെ തുടർന്ന് ഇതുവരെയും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും സൈന്യത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള ഈ പരിശോധനയിൽ കുടുംബം വലിയ തൃപ്തി അറിയിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു അലംഭാവമൊക്കെ മാറിക്കൊണ്ട് ശക്തമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു. വളരെ ദ്രുതഗതിയിലുള്ള തിരച്ചിലും അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതിയും ഉണ്ടാകുന്നുണ്ട്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി ഈ കുടുംബത്തെ അവർ അറിയിക്കുന്നുണ്ട്. കൂടാതെ അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ സഹോദരി ഭർത്താവും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ രക്ഷിതാക്കളായിട്ടുള്ള പ്രേമിനെയും അതുപോലെ തന്നെ ഷീലയെയും ഒക്കെ അറിയിക്കുന്നു. വലിയൊരു ആശ്വാസം ആ കുടുംബത്തിനുണ്ട്. എന്നിരുന്നാലും ദിവസം ഇത്രമേൽ ആകുന്നു എന്നുള്ളതുകൊണ്ട് വലിയ ഒരു ആശങ്കയും കുടുംബം പങ്കുവെക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. ആ വേളയിൽ തന്നെ ആ കുടുംബത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചില സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്നു. അതായത് സൈന്യം ഈ രക്ഷാദൗത്യം ഏറ്റെടുത്ത ദിവസത്തിൽ നടത്തിയിട്ടുള്ള ആ വാർത്താ സമ്മേളനത്തിലെ ഭാഗമാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. അതിൽ വലിയ ഒരു ദുഃഖം ഈ കുടുംബത്തിനുണ്ട്. വലിയൊരു ആക്രമണമാണ് ഈ കുടുംബം നേരിടുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സൈബർ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. 2 അക്കൗണ്ടുകൾ വഴിയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരായിട്ടുള്ള നടപടിയുമായിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതോടൊപ്പം തന്നെ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഇന്നലെ രാത്രിയോടുകൂടെ ആ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഏറെ വലിയ മാനസികമായി ബുദ്ധിമുട്ടുന്ന വലിയ ഒരു പ്രയാസത്തിൻ്റെ നടുക്കിൽ നടക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനെതിരെ ഇത്തരം പ്രവർത്തികൾ നടക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നും ഒപ്പം ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ സൈബർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. 2 അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം നടത്തിയിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വിഷയത്തിൽ ഈ കുടുംബം നൽകിയ പരാതിക്കൊപ്പം ഇപ്പോൾ DYFIയും കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന, കൂടുതൽ വാർത്തകളിലേക്ക്.
സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും കാറ്റോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കണ്ണൂർ, കാസർഗോഡ്, മാഹി തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ചികിത്സയിലുള്ള 3 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കണ്ണൂർ സ്വദേശിയായ കുട്ടിയുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. രോഗലക്ഷണങ്ങളോടെ മറ്റൊരു കുട്ടിയും ചികിത്സയിലുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് വീണ്ടും ചേരുന്നത് സമീർ സി മുഹമ്മദാണ്. സമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ കുഞ്ഞിന്റെ കൂടെ പരിശോധനാ ഫലം ഇപ്പോൾ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, ആശങ്ക വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഒരു കുട്ടിക്ക് കൂടി ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള 3.5 വയസ്സുകാരനാണ് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയുടെ ആരോഗ്യനില മോശമാണ്. കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിലാണ് കഴിയുന്നത്. ജർമ്മനിയിൽ നിന്ന് എത്തിച്ചിട്ടുള്ള മരുന്നും അതുപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള മരുന്നും ഉൾപ്പെടെ 5 മരുന്നുകളുടെ മിശ്രിതമാണ് ഇപ്പോൾ നൽകുന്നത്. ഈ മരുന്നിനോട് നേരിയ തോതിലാണ് കുട്ടി പ്രതികരിക്കുന്നത്. വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ മറ്റൊരു കുട്ടി, അത് കോഴിക്കോട് സ്വദേശിയാണ്. ഈ കുട്ടിയുടെ ആരോഗ്യനിലയും മോശമാണ്. ഈ കുട്ടിയുടെയും പ്രാഥമിക പരിശോധനാ ഫലം വന്നിരിക്കുന്നു. അത് പോസിറ്റീവാണ്. എന്നാൽ അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കണമെങ്കിൽ അത് പോണ്ടിച്ചേരി ലാബിലേക്ക് അയച്ചിട്ടുള്ള പരിശോധനാ ഫലം കൂടി വരണം. ആ PCR ടെസ്റ്റിൻ്റെ പരിശോധനാ ഫലം ഇന്നായിരിക്കും ലഭ്യമാവുക. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ 4 കുട്ടികൾക്ക് സ്ഥിരീകരിക്കും. ഈ കുട്ടി ഉൾപ്പെടെ 5 പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 3 കുട്ടികൾ മരിച്ചിരുന്നു. അത്തരം ഒരു ഭീതിപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഒരു കുട്ടിക്ക് രോഗം ഭേദമാകാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. 97% മരണനിരക്കുള്ള രോഗമാണ്. ഈ രോഗം പിടിപെട്ടാൽ അത് രക്ഷപ്പെടുക എന്നുള്ളത് അത്യപൂർവ്വ സംഭവമാണ്. രാജ്യത്ത് തന്നെ അപൂർവമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ 14 വയസ്സുകാരനുള്ള കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഈ കുട്ടിയുടെ രോഗമുക്തി നേടിയ ഒരു സംഭവം ഉണ്ടായത്. അത്തരത്തിലുള്ള ഒരു ആശ്വാസമായ വാർത്ത വരികയും അതിന് പുറകെ ഇപ്പോൾ വീണ്ടും ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി വരികയാണ്. ഒരു കുട്ടിക്ക് കൂടി പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ അമീബ വളരെ വേഗത്തിൽ ശരീരത്തിലേക്ക് പകരുന്നത്. പ്രത്യേകിച്ചും കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത്. മൂക്കിലൂടെയാണ് ഇത് തലച്ചോറിലേക്ക് എത്തുന്നതും വളരെ വേഗത്തിൽ തന്നെ മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ആരോഗ്യനില വളരെ പെട്ടെന്ന് തന്നെ മോശമാവുകയും വളരെ പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറത്തിറക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട്. ഏതായാലും ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന ഒരു കുട്ടിക്ക് കൂടി ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം പോസിറ്റീവായി കണ്ടെത്തിയിരിക്കുന്നു. കുട്ടിയുടെ PCR പരിശോധനാ ഫലം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. ക്രിസ്റ്റീന, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സമീർ സി മുഹമ്മദ്. ഇനി ഒളിമ്പിക്സ് വിശേഷങ്ങളിലേക്കാണ്. ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ മികച്ച പ്രകടനം ഇന്ത്യ പാരീസിൽ നടത്തുമെന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ. മെഡൽ കണക്ക് പറഞ്ഞ് താരങ്ങളെ സമ്മർദ്ദത്തിലാക്കാനില്ല. താരങ്ങൾക്ക് IOAയും സർക്കാരും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി. ഇത്തവണയും മലയാളി വനിതകൾ ഇല്ലാത്തതിൽ നിരാശയുണ്ടെന്നും അതിന് മാറ്റമുണ്ടാകണമെന്നും PT ഉഷ 24നോട് പറഞ്ഞു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ ചേരുകയാണ് 24നൊപ്പം. മാം, എങ്ങനെയാണ് ഇത്തവണത്തെ ഇന്ത്യയുടെ ഒരുക്കങ്ങൾ? പ്രിപ്പറേഷനൊക്കെ IOAയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രിപ്പറേഷനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഒക്കെ തന്നെ നല്ല ഇനീഷ്യേറ്റീവ് എടുത്ത് നല്ല കോർഡിനേഷനോട് കൂടി എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു മെഡൽ പ്രതീക്ഷകൾ? മെഡൽ പ്രതീക്ഷ ആക്ച്വലി ടോക്കിയോനേക്കാളൊക്കെ നന്നായിട്ട് മെഡൽ വിൻ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഷൂട്ടിങ്ങിൽ, അതുപോലെ തന്നെ റെസ്ലിങ്ങിൽ, വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ, ഷട്ടിൽ ബാഡ്മിൻ്റണിൽ, നീരജ് അത്ലറ്റിക്സിൽ നീരജ് നല്ല പെർഫോമൻസ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടോക്കിയോനേക്കാൾ ടീം അംഗങ്ങളുടെ എണ്ണത്തിൽ കുറച്ച് നേരിയ കുറവുണ്ടായിട്ടുണ്ട്. അത് മെഡൽ പ്രതീക്ഷകളെ ഒട്ടും ബാധിക്കില്ല. ഇല്ല, ക്വാണ്ടിറ്റിയേക്കാളും നല്ല ക്വാളിറ്റി അല്ലേ. അപ്പോൾ അത് നോക്കുമ്പോൾ കൂടുതൽ മെഡലുകൾ നേടാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി 2ാം തവണയും കേരളത്തിന് വനിതാ താരങ്ങളില്ല. അതൊരു നിരാശയുണ്ടോ? ആരും ഇല്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മൾ സ്വന്തം നാടല്ലേ,
എന്തായാലും അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം എന്തായാലും തോന്നുമല്ലോ. എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ നമ്മളിങ്ങനെ പിന്നോട്ട് പോകാൻ പാടില്ല. എന്തായാലും ഇത്തവണ അപ്പോൾ ഇന്ത്യ മെഡൽ വേട്ടയിൽ ഒരു റെക്കോർഡ് സൃഷ്ടിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്ക് എണ്ണങ്ങൾ പറഞ്ഞിട്ട് സ്പോർട്സ്മാനെ ഒരു പ്രഷറിൽ കൊണ്ടുവരുന്നതിൽ താല്പര്യമില്ല സ്പോർട്സ്മാൻമാരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവർക്ക് പ്രഷർ കൊടുക്കരുത്. അവരെ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ മെൻ്റലി ഫ്രീ ആയിട്ട് പോയി ചെയ്യട്ടെ, അവരുടെ ബെസ്റ്റ് ചെയ്യട്ടെ. അവരെ ബെസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല ചിലത് മെഡലായിട്ട് വരും, ചിലർ അവരിതുവരെ ചെയ്യാത്ത ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വരും. അങ്ങനെ ചെയ്യിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തായാലും ഇത്തവണ ഇന്ത്യക്ക് വലിയ മെഡൽ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ കാര്യങ്ങൾ തന്നെയാണ് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ നമ്മളോട് പങ്കുവച്ചത്. മോഹൻകുമാറിനും ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. മലപ്പുറത്ത് നിപ്പ ആശങ്ക ഒഴിയുന്നുവെന്ന ആശ്വാസ വാർത്തയും വരുന്നുണ്ട്. പുതുതായി വന്ന 8 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇന്നലെ രോഗലക്ഷണങ്ങളോടെ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ചേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി 8 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 472 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 220 പേരാണ് ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളത്. പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ പനി സർവേയുടെ ഭാഗമായുള്ള ഭവന സന്ദർശനം ഇന്നലെ പൂർത്തിയായി. വയനാട് തൃശ്ശിലേരി മുത്തുമാരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്താൻ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള ദൗത്യം ഇന്ന് തുടങ്ങും. മുത്തങ്ങയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ, ഭാരത് എന്നീ ആനകളെ മുത്തുമാരിയിൽ എത്തിച്ചു. 3-ലേറെ കാട്ടാനകളാണ് പ്രദേശത്ത് ഭീതി വിതയ്ക്കുന്നത്. മുത്തുമാരിയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ വിറപ്പിക്കാൻ കുങ്കിയാനകളെ പ്രയോജനപ്പെടുത്തുകയാണ് വനംവകുപ്പ്. ഏതാനും നാളുകളായി 3-ലേറെ ആനകൾ ഈ മേഖലയിൽ ജനജീവിതത്തിന് ഭീഷണിയാവുകയാണ്. കാടിറങ്ങിയെത്തുന്ന ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട്. വാഹനങ്ങൾ കുത്തിമറിച്ചിടുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്ത അനുഭവവും ഉണ്ടായിട്ടുണ്ട്. ആന അടുത്തു വന്ന് അവർ ഓടി പെരക്കകത്തോട്ട് ഓടിച്ചെന്ന് കയറി രക്ഷപ്പെട്ടത്. ആനകൾക്ക് നല്ല ശല്യം, അതുകൊണ്ട് പേടിച്ചിട്ടൊന്നും വീട്ടിലൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. എന്താ ചെയ്യുക, രാത്രിയിലൊക്കെ ഇങ്ങനെ വരുമല്ലേ, ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ. അപ്പുറത്തെ പറമ്പെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക. എല്ലാം കളയുന്നുണ്ട്. തെങ്ങും എല്ലാം, വാഴയെല്ലാം പറിക്കുന്നുണ്ട്. ഒന്നും തന്നെ കിട്ടുന്നില്ല ഞങ്ങൾക്ക്. കഴിഞ്ഞ ഏതാനും നാളുകളായി നാട്ടുകാർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉറക്കമില്ലാത്ത നാളുകളാണ്. ഫലപ്രദമായ ഫെൻസിംഗ് ഇല്ലാത്തതാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ നൈറ്റ് പെട്രോളിന് പുറമെയാണ് കുങ്കിയാനകൾ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം. ബേഗൂർ റേഞ്ചിന് കീഴിലാണ് ഈ പ്രദേശം. 24 വയനാട്. 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരിതെളിയും. വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ആന്റണി രാജു MLA അധ്യക്ഷനാകും. ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മന്ത്രി MP രാജേഷ് ബേഡി ബ്രദേഴ്സിന് സമ്മാനിക്കും. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. റൗൾ പെക് സംവിധാനം ചെയ്ത ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഉദ്ഘാടന ചിത്രമായി കൈരളി തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. കൈരളി, ശ്രീ, നിള തിയേറ്ററുകളിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 54 രാജ്യങ്ങളിൽ നിന്നുള്ള 335 സിനിമകൾ പ്രദർശിപ്പിക്കും. ഇന്ന് രാവിലെ 9 മണി മുതൽ പ്രദർശനം ആരംഭിക്കും. പാലക്കാട് ഒറ്റപ്പാലത്ത് ഒരു അധ്യാപകന് വേണ്ടി കുടുംബവും സ്കൂളിലെ കുട്ടികളും കാത്തിരിക്കുന്നുണ്ട്. ഒറ്റപ്പാലം കോതക്കുരിശി സ്വദേശി മുഹമ്മദ് അലിയെയാണ് കഴിഞ്ഞ 2 മാസമായി നാട് അന്വേഷിക്കുന്നത്. സ്കൂൾ അധ്യാപകനായ മുഹമ്മദ് അലി സേലത്തെത്തിയതിന്റെ വിവരങ്ങൾ കുടുംബത്തിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 7-നാണ് 47-കാരനായ മുഹമ്മദ് അലിയെ കൊച്ചിയിൽ വെച്ച് കാണാതാകുന്നത്. മട്ടാഞ്ചേരി പനിയപ്പള്ളി MMOV ഹൈസ്കൂളിലെ അധ്യാപകനായ മുഹമ്മദ് അലി 8 വർഷത്തോളം താൽക്കാലിക ജീവനക്കാരനായിരുന്നു. 3 വർഷം മുൻപാണ് ജോലിയിൽ സ്ഥിരപ്പെടുന്നത്. വാടക വീട്ടിൽ നിന്ന് ജൂൺ 7-ന് ഇറങ്ങിയ മുഹമ്മദ് അലിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. എന്റെ മകൻ മുഹമ്മദ് അലി തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങള്. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാവരും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ വീട്ടിലെത്തി തിങ്കളാഴ്ച മടങ്ങിയിരുന്ന മുഹമ്മദ് അലി പിന്നീട് നാട്ടിലെത്തിയില്ല. ട്രെയിനിൽ ചെന്നൈയിലേക്ക് ടിക്കറ്റ് എടുത്ത മുഹമ്മദ് അലി സേലത്തിറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് അന്വേഷണം മുന്നോട്ടു പോയില്ല. നമ്മുടെ പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് തൃപ്തികരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ചെന്നൈയിൽ പോയി അന്വേഷിച്ചു. പിന്നെ രണ്ടാമത്തെ പോക്ക് സേലത്ത് ഇറങ്ങിയിരിക്കുന്നു ആള് എന്ന് കണ്ടു.
അപ്പോൾ അവരുടെ അന്വേഷണത്തെ കുറിച്ച് നമുക്ക് മോശപ്പെട്ട ഒരു അഭിപ്രായമില്ല ഈ നിലവിൽ. വീട് വിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യവും മുഹമ്മദ് അലിക്കില്ലെന്നാണ് കുടുംബം പറയുന്നത്. അക്കൗണ്ടിൽ നിന്ന് ഇക്കാലയളവിൽ 1500 രൂപ മാത്രമാണ് പിൻവലിച്ചിട്ടുള്ളത്. മുഹമ്മദ് അലിയെ കണ്ടെത്താൻ ഇനി ഏതു വാതിലിൽ മുട്ടണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് കുടുംബം. 24 പാലക്കാട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. നമസ്കാരം.